Hi students, നമ്മൾ 3 വീഡിയോസ് കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മൾ പഠിച്ചിരുന്നത് ഡിറ്റർമിനൻസും ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ചെയ്തത്. അപ്പോൾ നമ്മളിനി ഈ 4ാമത്തെ ക്ലാസ്സിൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട റിസൾട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ക്ലാസ്സിൽ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് എന്നാണ്. മൈനർ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ഇതിന് ശേഷം കോഫാക്ടർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഒന്നുമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്, എങ്കിലും അതിന് വേറൊരു പേരിട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് A1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, A11 എന്നാണ് ഒന്നാമത്തെ ഇവിടെ കാണുന്ന ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ അത് 1/1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ്. ഇത് കാണിക്കുന്നത് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ്. ഇത് കാണിക്കുന്നത് 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ്. അപ്പോൾ 4/4 ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വർഷം 3/3 വരെയാണ് മാക്സിമം പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കേസിലും നമ്മൾ ഓരോ എലമെൻറ്റ് കാണാം. നമുക്ക് A11 അതുപോലെ തന്നെ A11, A12, A21, A22 ഇതിലങ്ങനെ 9 എണ്ണം ഉണ്ട്. നമ്മൾ ഓരോ എലമെൻറ്റിനാണ് ഇവിടെ മൈനർ ഡിഫൈൻ ചെയ്യുക. ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് മൈനേഴ്സ് എന്നുള്ള ടൈമാണ്. എന്താണ് മൈനർ എന്നുള്ളത്, ഇതിൽ മൈനർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുകയാണിത്. ഈ 2/2 മെട്രിക്സ് ആണിത്, അതിൻ്റെ ഡിറ്റർമിനൻ്റാണ് ഇതിലുള്ളത്. ഓരോ എലമെൻറ്റിനാണ് നമ്മൾ മൈനർ പറയുക. ഉദാഹരണമായിട്ട് മൈനർ ഓഫ് A11, അതുപോലെ തന്നെ മൈനർ ഓഫ് A12, മൈനർ ഓഫ് A21, മൈനർ ഓഫ് A22 അങ്ങനെയാണ് പറയുക. അല്ലാതെ മെട്രിക്സിൻ്റെ മൈനർ എന്നല്ല പറയുക, എലമെൻറ്റ്സിൻ്റെ മൈനറാണ്, ഡിറ്റർമിനൻ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ മൈനർ. അതിൽ ഒന്നാമത്തെ കേസ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്ത് വെക്കാം. ഇതാണ് ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 3/3 മെട്രിക്സിൻ്റെ 3/3 ഡിറ്റർമിനൻ്റിൻ്റെ എലമെൻറ്റ്സിൻ്റെ മൈനേഴ്സാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ നമുക്ക് കിട്ടുന്നത് A11 എന്നുള്ളതാണ്. A11 എന്നുള്ളതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ഡിറ്റർമിനൻ്റ് കാണാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഈ A11ൻ്റെ മൈനർ കാണുമ്പോൾ A11 ഉൾപ്പെടുന്ന റോയ് ഒഴിവാക്കി കോള് ഒഴിവാക്കിയായി സങ്കല്പിക്കുക. അപ്പോൾ ആ റോയും കോളും ഒഴിവായാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് ഇതാണ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആക്കി നമ്മൾ പരിഗണിക്കാം, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. അപ്പം മൈനർ ഓഫ് A11 ആണത്. ഡിറ്റർമിനൻ്റ് A22, A23, A32, A33. നേരത്തെ നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടിയിട്ട് മെത്തേഡ് അതിന് ഉപയോഗിച്ചത്. ആ റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യം എടുത്ത് അത് തന്നെയാണ് മൈനറായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. ഈ മൈനർ ഓഫ് A11നെ നമ്മൾ M11 എന്ന് വിളിക്കും. അത് പിന്നീട് നാം സൂചിപ്പിക്കാം, M11 എന്ന് വിളിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ M11ൻ്റെ വാല്യൂ ആണ് ഈ കാര്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആദ്യം മൈനർ ഓഫ് ഓരോ എലമെൻറ്റും നമുക്ക് മൈനർ ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 3/3 എടുത്തുകൊണ്ടാണ് 3/3ൻ്റെ ആണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 2/2ൻ്റെ 1/1ൻ്റെ പിന്നീട് പറയാം. അപ്പോൾ A11ൻ്റെ ആണ് നമ്മൾ ഇവിടെ മൈനർ പറയുന്നത്. അതിൻ്റെ റോയും കോളും ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്ന എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക, അതുതന്നെയാണ് മൈനർ ഓഫ് A11. ശരിക്കും മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്, എങ്കിലും ഒരിക്കൽ കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പം മൈനർ ഓഫ് A11 സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണത് M11 എന്നാണ്. ആ M11ൻ്റെ വാല്യൂ ആണിത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് നമുക്കറിയാലോ, ഡയഗണൽ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. ഇതാണ് മെത്തേഡ്. A22 × A33 മൈനസ് A32 × A23. അപ്പോൾ ഇതാണ് M11. അതുപോലെ നമുക്ക് A12 കാണാം. A12 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റിൽ സെക്കൻഡ് എലമെൻ്റാണ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റാണ്. അതിനെ കാണാൻ എന്തായിരിക്കും ചെയ്യുക? ഈ റോയും ആ A12 ഉൾപ്പെടുന്ന കോളം ഒന്ന് ഒഴിവാക്കും, ബാക്കിയുള്ള എലമെൻറ്റ്സിന് എടുക്കുക. A21, A23, A31, A32. ആ ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 2 ആണ്. ഇത് മൊത്തം ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പോൾ അതിൽ ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ എടുക്കുമ്പോൾ ഒരു വാല്യൂ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റിൽ ഓരോ ഓർഡർ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ A22ൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് കിട്ടുന്നത്. A12ൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 2/2 ആയിട്ടുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് ഇത് 2 റോയും 2 കോളുമുള്ള ഡിറ്റർമിനൻ്റാണ്. മൈനർ ഓഫ് A12 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A21, A23, A31, A33. ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യും. ഇതാണ് അതിൻ്റെ മെത്തേഡ്. മൈനർ ഓഫ്
മൈനർ ഓഫ് A12 എന്ന് പറഞ്ഞാൽ മൈനർ ഓഫ് A12 is equal to A21 into A23 A31 into A33 ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എലമെൻറ്റ്, അതായത് നമുക്ക് A13ൻ്റേത് എടുക്കണം. എന്താ സംഭവിക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് മുന്നേ കോഫാക്ടർ കൂടി ഞാൻ ഡിഫൈൻ ചെയ്തു പോവാണ്. ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരുന്നത് മൈനറാണ്. അപ്പം കോഫാക്ടർ ഓഫ് A11 ഇത് നാം ഹെഡിങ് എഴുതി വെച്ച് നോക്കുക, മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് എന്നാണ്. ആദ്യം മൈനർ പറഞ്ഞു, രണ്ട് എലമെൻറ്റിൻ്റെ മൈനർ പറഞ്ഞു, അതുപോലെ ബാക്കിയുള്ള എലമെൻറ്റ്സിനൊക്കെ മൈനസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ A11ഉം A12 ആണ് പറഞ്ഞത്. ഇനി ഈ A11ൻ്റെ കോഫാക്ടർ എന്താണെന്ന് പറയുന്നത്. കോഫാക്ടർ ഓഫ് A11 എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനർ ഓഫ് A11. എന്താ ഈ പ്ലസ് എവിടുന്ന് വന്നാൽ? ഇതാണ് നമ്മളെ പ്രശ്നം. ഈ പ്ലസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A11ൻ്റെ പൊസിഷൻ നോക്കുക, ഏതാണ് 1/1 ആണ് പൊസിഷൻ. അപ്പോൾ ആ രണ്ട് എലമെൻറ്റും കൂടി കൂട്ടുക, 1 + 1 2 കിട്ടി. അത് ഈവൻ നമ്പറാണ്. ഈവൻ ആയാൽ നമ്മൾ പോസിറ്റീവാണ് എടുക്കുക. കാരണം എന്തുള്ളത് നമ്മൾ ലാസ്റ്റിലേക്ക് പറയാം. അപ്പം ആ ഓർഡറിലാണ് നമ്മൾ കഴിഞ്ഞ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചപ്പോൾ ഇതേ മെത്തേഡാണ് ഉപയോഗിച്ചത്. ആ പൊസിഷണൽ എലമെൻറ്റ്സ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് 2 ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ആണെങ്കിൽ നമ്മൾ പ്ലസ് എന്നിടും. ആ പ്ലസ് ആണ് ഇവിടെ എഴുതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് A11ഉം മൈനർ ഓഫ് A11ഉം സെയിം തന്നെയാണ് ഈ കേസിൽ. കാരണം ഇവിടെ പ്ലസ് ആണ്. അപ്പം ഈ പൊസിഷണൽ എലമെൻറ്റ് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ഈവൻ ആണെങ്കിൽ മൈനറും കോഫാക്ടറും സെയിം തന്നെ ആയിരിക്കും അർത്ഥം. M11 ആണ്. M11 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നിൽക്കുന്ന അത് തന്നെയാണ്. അപ്പോൾ കോഫാക്ടർ, സാധാരണ കോഫാക്ടർ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ A11 ക്യാപിറ്റൽ A ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. മൈനർ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ M ആണ്. അടുത്ത ഇതിൽ കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണും. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈൻഡ് മൈനർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന് സൈന് കൊടുക്കുകയാണ്. സൈന് ഡിപ്പെൻഡ് ഇരിക്കുന്ന അതിൻ്റെ എത്രാമത്തെ പൊസിഷനിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്. 1 ആണെങ്കിൽ 1 + 1 കൊടുക്കും, 12 ആണെങ്കിൽ 1 + 2 നോക്കും. അത് ഓഡ് ആണെങ്കിൽ നമ്മൾ മൈനസ് കൊടുക്കണം, ഈവൺ ആണെങ്കിൽ പ്ലസും കൊടുക്കണം. അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോഫാക്ടർ A11 സൂചിപ്പിക്കാൻ A11 എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ A11. ശരിക്കും C11 എന്നാണ് ചെയ്യാറുണ്ട് ചിലർ, പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന A11 ആണ്. അഡ്ജോയിൻ്റ് എന്നുള്ള അർത്ഥത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ A11 M11 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ നമ്പർ ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ കോഫാക്ടറും ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടറും മൈനറും സെയിം ആയിരിക്കുന്ന അർത്ഥം. A11 is equal to M11. നമുക്കറിയാം M11 കാണുന്നത് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കിയിട്ടുണ്ടാവും, ബാക്കിയുള്ള എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റാണ്. അതാണ് ഈ സംഗതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം A12ൻ്റെ മൈനർ എങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ A12ൻ്റെ മൈനർ എഴുതി കഴിഞ്ഞു. ഇനി അതിൻ്റെ കോഫാക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. കോഫാക്ടർ ഓഫ് A12 എന്തായിരിക്കും? നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രകാരം 1 + 2 എടുത്താൽ 3 എന്ന് കിട്ടും. 3 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആകുമ്പം ഇത് നമ്മൾ കൊടുക്കണം, നെഗറ്റീവ് സൈൻ കൊടുക്കണം. ആ നെഗറ്റീവാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കോഫാക്ടർ ഓഫ് A12 is equal to മൈനസ് ഇൻറ്റു മൈനർ ഓഫ് A12. ഈ മൈനസ് ശ്രദ്ധിച്ചോളണം. സൈൻഡ് മൈനറിനെയാണ് ശരിക്കും കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൈൻ എന്തിനെ നിർണ്ണയിക്കുന്നു? സൈൻ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ട് ഓഡാണോ ഈവൺ ആണോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവിടെ ഓഡായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ എന്താണ് എഴുതുന്നത്? കോഫാക്ടർ ഓഫ് A11 is equal to -M12 എന്ന് എഴുതാം. -M12. A12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ M12 എന്നാണ്. ആ M12 എഴുതുന്നത് എങ്ങനെയായിരിക്കും? A21 into A33 minus A31 into A23 എന്നായിരിക്കും. നോക്കുക, A21 into A33 minus A31 into A23. ഇതാണ് ആ മൈനർ കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ മൈനസ് എന്നുള്ളത് ഈ എക്സ്പ്രഷന് മൊത്തം ബാധകമാണ്. കാരണം ഈ മൈനറിനെയാണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതോടുകൂടിയേ കോഫാക്ടർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചുരുക്കി പറഞ്ഞാൽ A12 is equal to എന്താണെന്ന് കിട്ടി? -M12 ആണെന്ന് കിട്ടി. ഓർക്കണം, തൊട്ട് മുന്നേ എഴുതിയ A11ൻ്റെ വില M11 തന്നെയായിരുന്നു. ഇവിടെ A12ൻ്റെ വില -M12 എന്നാണ്. ചിഹ്നം മാറുന്നു. മൈനറിൻ്റെ നെഗറ്റീവാണ് എടുക്കേണ്ടത് ഇവിടെ A12ൻ്റെ കേസിൽ. കാരണം എന്താ? 1 + 2 എടുക്കുമ്പോൾ 3 ആണ്. 3 ഓഡാണ്. ഓഡായാൽ നമ്മൾ മൈനറിൻ്റെ നെഗറ്റീവ് എടുക്കണം. സൈൻഡ് മൈനറിനെയാണ് കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത എലമെൻറ്റിലേക്ക് അടുത്ത സെഷനിലേക്ക് പോവുകയാണെങ്കിൽ A13 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ നമ്മൾ എഴുതുക? അപ്പോൾ നമ്മൾ അവിടെ എഴുതുന്നത് ചിഹ്നം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു പറഞ്ഞാൽ -1 = I + j ആണ്. ഈ I + j എന്നുള്ള വാല്യൂ ഓഡ് ആവുകയാണെങ്കിൽ -1 ഓഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ആകിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ A12ൻ്റെ വാല്യൂ നെഗറ്റീവ് ആയത്. ഇവിടെ 13 ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. 1 + 3 പോസിറ്റീവ് ആയിരിക്കും. ഐയുടെ വില 1 എന്ന് കൊടുക്കും, ജെയുടെ വില 3 എന്ന് കൊടുക്കും. IJ ആണ്, AIJ ആണ്. AIJ എന്ന് പറയുമ്പോൾ I is equal to 1, J is equal to 3 എന്ന് എടുത്താൽ I + j is equal to
1 + 3 = 4 എന്ന് വരും. ഈ 4ൻ്റെ വില -1/4 എന്നാണ് അർത്ഥാക്കുക. -1/4 എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഈവൻ നമ്പർ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സൈൻ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ കോഫാക്ടർ ഓഫ് A13 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും മൈനസോ പ്ലസ്സോ? പ്ലസ് ആയിരിക്കും. കാരണം ഇവിടെ 1 + 3 4 ആണ്. 4 -1ൻ്റെ ഹോൾ ഈസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പോസിറ്റീവാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ആ ചിഹ്നം നിർണ്ണയിക്കുന്നത്. ആ ഫോമുല ജസ്റ്റ് നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കുന്നു? ഇപ്പോൾ ഇവിടെ കൂട്ടി കിട്ടുന്ന വാല്യൂ ഈവൺ ആണെങ്കിൽ നമ്മൾ എന്തിടണം? പോസിറ്റീവ് എന്നും. ഓഡ് നമ്പറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ഇടണമെന്ന് മനസ്സിലാക്കി വെക്കുന്നു. പക്ഷേ അതിൻ്റെ ബേസ് ഇതാണ്. ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ കോഫാക്ടർ ഓഫ് A13 = M13 എന്നാണ് കിട്ടുന്നത്. കാരണം എന്താ? ഇവിടെ നമ്മൾ I+3 എടുക്കുമ്പോൾ 4 ആണ്. 4 പോസിറ്റീവാണ്. പോസിറ്റീവ് ആകുമ്പോൾ +M13 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇനി അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഡിറ്റർമിനൻറ്റ് A21, A22, A31, A32 എഴുതുമ്പോൾ A21 × A32 -A31 × A22. ഇതാണ് അതിൻ്റെ വാല്യൂ. ദെൻ A13യുടെ വാല്യൂ, അതായത് ഷോർട്ടായിട്ട് നമ്മൾ എഴുതാണ്. കോഫാക്ടർ ഓഫ് A13 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? A13 എന്ന് എഴുതും. ക്യാപിറ്റൽ A13 = M13. ഇവിടെ M13 ആവാൻ കാരണം പോസിറ്റീവ് ആയതാണ്. ഓക്കെ. ഇതാണ് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാനുള്ള പരിപാടി. ഇനി ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറും മൈനറും നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കാം. അടുത്തത് A21 ആകുമ്പോൾ നമ്മൾ എന്താണ്? A21 എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലേക്ക് നമ്മൾ എത്തി. A21-ലെത്തുമ്പോൾ നമ്മളെ വാല്യൂ എന്ത് വരും? 2 + 1 3 എന്നാണ് വരിക. 3 എന്ന് പറഞ്ഞാൽ -1/3 എന്നാണ് അർത്ഥാക്കുന്നത്. ഞങ്ങൾക്കറിയാം 3 എന്ന് പറഞ്ഞാൽ ഓഡാണ്. ഓഡായ നമ്മളിവിടെ എന്ത് കൊടുക്കും? മൈനസ് എന്ന് കൊടുക്കും. അപ്പോൾ A21ൻ്റെ വാല്യൂ -M21 എഴുതുക. അപ്പോൾ മനസ്സിലായിക്കൊണ്ട് പോകണം. നമ്മൾ A11 എഴുതി, A12 എഴുതി, A13 എഴുതി, A21 എഴുതി. അപ്പോൾ മൈനറൊക്കെ ഏതിനാണ് ഉണ്ടാവുക? ഓരോ എലമെൻറ്റിനെയാണ് മൈനർ പറയുക നമ്മൾ. അത് ഡിറ്റർമിനൻ്റിലെ എലമെൻറ്റ്സിന്. അതെങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിക്കൊണ്ട് ijth എലമെൻ്റ് ആണെങ്കിൽ ith റോയും jth കോളും ഒഴിവാക്കിയിട്ട് ബാക്കി കിട്ടുന്ന എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ A21 വരെ നമ്മൾ പറഞ്ഞു നിർത്തി. A21 ആകുമ്പോൾ എന്ത് വരുന്നു? -e × M21ൻ്റെ വില എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഏതൊക്കെ എടുക്കണം? 1, 2, A13, A32, A33 ഇതെടുക്കുന്നു. ഈ = ഇടുന്നു, മൈനസ് ഇടുന്നു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. A12, A33 - A31 × A13. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻഡ് മൈനറാണ്. ആ സൈൻഡ് മൈനർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? പ്ലസ്സോ മൈനസോ ഇട്ട് കൊടുക്കണോ? പ്ലസ് വഴി എപ്പോഴാണ്? I+Jയുടെ വില ഈവൺ ആണെങ്കിൽ പ്ലസ് ഇടും. I+Jയുടെ വില മൈനസ് ആണെങ്കിൽ I+Jയുടെ വില ഓഡാണെങ്കിൽ നമ്മൾ ചിഹ്നം മൈനസ് എന്നാണ് കൊടുക്കുക. ഇതാണ് വ്യത്യാസമല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. I+J ഈവൺ ആണെങ്കിൽ AIJ MIJ തന്നെ ആയിരിക്കും. +MIJ എന്ന് പറയുന്നത് MIJ എന്ന് എഴുതുന്നു. I+J എന്ന് പറഞ്ഞ വാല്യൂ ഓഡാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ AIJ -MIJ. ഇത് മാത്രമേ നമ്മൾ ഓർക്കാനുള്ളൂ കോഫാക്ടറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ മൈനർ കണ്ടുപിടിക്കുന്നത് ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ മതി. മൈനർ ഓരോ എലമെൻറ്റിനെയും മൈനർ കാണാൻ പറ്റും. എന്ത് ചെയ്യുക? ആ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് വില കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ആ കോഫാക്ടർ കാണാനുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് മൈനേഴ്സ് എങ്ങനെയാണ്, കോഫാക്ടേഴ്സ് എന്നാണ്. മൈനർ എന്ന് പറഞ്ഞാൽ AIJ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ith റോയും jth കോളും ഒഴിവാക്കിയിട്ട് കിട്ടുന്ന എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു ആ മൈനറിനൊരു ചിഹ്നം കൊടുക്കണം, പോസിറ്റീവോ നെഗറ്റീവോ. അതെങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ I+Jയുടെ വില നോക്കിയിട്ട്. I+J ഈവൺ ആണെങ്കിൽ സെയിം തന്നെയായിരിക്കും, MIJ തന്നെയായിരിക്കും. I+J ഓഡാണെങ്കിൽ AIJയുടെ വില എന്ന് പറഞ്ഞാൽ കോഫാക്ടറിൻ്റെ വില -MIJ ആയിരിക്കും. ഇത്രയും ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ ഓർഡർ n ആണെന്ന് കരുതുക. അത് n എന്ന് പറഞ്ഞാൽ 2 വലുതാണെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ എന്താണ് മൈനറിൻ്റെ കാര്യം എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് n-1 ആയിരിക്കും. ഓർഡർ n-1 ഉള്ള ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഇതൊരു 2/2 ഓർഡർ ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് ആണ്. ഇതിൽ ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ എടുത്ത് നോക്കുകയാണെങ്കിൽ 2യുടെ മൈനർ എടുക്കാൻ പോയാൽ നമുക്ക് എന്താ കിട്ടുക? അത് ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയിട്ട് കിട്ടുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 1/1ൻ്റെ ഡിറ്റർമിനൻ്റ്. ഇത് 2 ആണെങ്കിൽ ഇത് 1 കിട്ടുക. നോക്കാം എങ്ങനെ എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ -2 എന്ന് എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് 5 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 1 ആണ്. അപ്പോൾ ഇത് ഓർഡർ 2 ആയിട്ടുള്ള ഇതാണ് ഇവിടെ എഴുതിയതിൻ്റെ അർത്ഥം. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണിത്. പക്ഷേ ഇതിൻ്റെ മൈനറിൻ്റെ ഓരോ എലമെൻറ്റിനെയും മൈനർ എടുക്കുകയാണെങ്കിൽ 1 കുറവായിരിക്കും. 2ൽ നിന്ന് 1 കുറച്ചിട്ട് 1 ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 1 ആണ്. ഡിറ്റർമിനൻ്റ് 5 എന്ന് പറഞ്ഞാൽ
ഇനി വേറൊരു എലമെൻറ്റ് -3 ആണ്. മൈനർ ഓഫ് -3 എത്രയാണെന്ന് നോക്കാം. മൈനർ ഓഫ് -3 എന്ന് പറഞ്ഞാൽ ഈ റോയും കോളും ഒഴിവാക്കി കിട്ടുന്നത് -4 ആണ്. ആ -4ൻ്റെ ഡിറ്റർമിനൻ്റ് എന്നുള്ള എന്താണ്? -4 തന്നെയാണ്. -4 എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് ഓഫ് -4 ഈസ് ഈക്വൽ ടു -4. നിങ്ങൾക്കറിയാം 1/1 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ എഴുതുക എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് -4ൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? മൈനർ എന്തായിരിക്കും? അതൊക്കെ മൈനറാണ് ഡിഫൈൻ ചെയ്യുന്നത്, കോഫാക്ടർ അല്ല, ശ്രദ്ധിച്ചോളണം. അപ്പോൾ മൈനർ ഓഫ് -4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനർ ഓഫ് -4 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ റോയും കോളും അങ്ങ് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് -3, ആ എലമെൻ്റ് തന്നെ -3. അടുത്തത് 5 കൂടിയേ ഉള്ളൂ. മൈനർ ഓഫ് 5 എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് ഇതിൻ്റെ കോളും റോയും അങ്ങ് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് 2. അതാണ് നമ്മളെ വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒക്കെ ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 1 ആണ്. ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 2 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൈനർ ഓഫ് എലമെൻ്റ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. രണ്ടോ രണ്ടിൽ കൂടുതലായിട്ടുള്ള ഡിറ്റർമിനൻ്റ് കൂടുതൽ ഓർഡർ ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് മൈനർ എലമെൻറ്റ്സ് ഡിറ്റർമിനൻ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ മൈനറിൻ്റെ ഓർഡർ 1 കുറവായിരിക്കും, n-നേക്കാളും 1 കുറവായിരിക്കും. ഇവിടെ 2 ആയപ്പോൾ ഇവിടെ 1 ആണ് നമുക്ക് കിട്ടിയത് ഡിറ്റർമിനൻ്റ് ഓർഡർ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓരോന്നിൻ്റെയും മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 2/2 മാട്രിക്സ് ആണ് തന്നത്, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് തന്നത്. ഇതിൽ ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും മനസ്സിലാക്കുക. ഇനി കോഫാക്ടറും കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 1 എടുക്കുക, 1/1 പൊസിഷനിലുള്ള എലമെൻറ്റ്. അപ്പോൾ M11 ആണ് കിട്ടുക. M11 എന്ന് പറഞ്ഞാൽ ഈ റോയും കോളും ഒഴിവാക്കുക, ബാക്കി കിട്ടുക 4 എന്നാണ്. അത് M11 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 4ൻ്റെ ഡിറ്റർമിനൻ്റ് 4 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോഫാക്ടർ ചെയ്താൽ പറഞ്ഞാൽ എന്താ വരിക? A11 എന്നാണ് വരിക. A11 എന്ന് പറയുമ്പോൾ 1 + 1 2 ആണ്. അതെന്ത് തന്നെയാണ്? M11 ആണ്. M11ൻ്റെ വില 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? 1 + 2 1 + 1 2 ആണ്. ഈവൺ ആണ്. ഈവൺ ആയതുകൊണ്ട് A11 M11 തന്നെ ആവും. അപ്പോൾ 4 തന്നെയാണ്. അപ്പോൾ ഈ M11ഉം A11ഉം സെയിം ആണെന്ന് കിട്ടി ഈ കേസിൽ. ഇനി 3ൻ്റെയാണ് നമുക്ക് എടുക്കാനുള്ളത്. 3യുടെ മൈനർ എന്തായിരിക്കും? ഈ റോയും കോളും അങ്ങ് ഒഴിവാക്കിയ സങ്കല്പിച്ചാൽ കിട്ടുന്ന എലമെൻറ്റ് -2 ആണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താ? -2 തന്നെയാണ്. അപ്പോൾ M12യുടെ വില -2 ആണ്. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എന്താ നോക്കണം. ഇവിടെ M11 A11 എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ ഇതാ M12 A12 എന്ന് എഴുതുന്നുണ്ട്. ശരിക്കും നോക്കണം, A12 എന്നാണ് ഇവിടെ എഴുതുക. A12 ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെടുക്കണം? മൈനസ് എന്നാണ് അവിടെ എടുത്തത്. കാരണം എന്തായിരിക്കും? 1ഉം 2ഉം കൂടി കൂട്ടിയാൽ 3 എന്നാണ് കിട്ടുക. 3 എന്താ സംഭവം? 3 ഓഡാണ്. ഓഡായതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ഇടുന്നു. മൈനസ് ഇട്ടുകൊണ്ട് ഈ എലമെൻറ്റ് ഇവിടെ എടുത്ത് എഴുതുന്നു M12. ആ മൈനസ് ഇവിടെ ഇട്ട് എന്നിട്ട് ഈ -2ൻ്റെ വില അങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ -c × -2 = +2 എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് M21 ആണ്. M21 = 3 എന്നാണ്. M21 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ് 2. ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ആ റോയും കോളും ഒഴിവാക്കിയാൽ കിട്ടുന്നത് 3. അപ്പോൾ M21ൻ്റെ വില 3. അതിൻ്റെ കോഫാക്ടർ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ A21 എന്നാണുള്ളത്. A21 എന്ന് പറഞ്ഞാൽ 2 + 1 ഓഡാണ്. ഓഡാകുമ്പോൾ മൈനസ് എഴുതണം, എന്നിട്ട് ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം മൈനർ. അപ്പം -c × 3 -3. അതാണ് ഇവിടെ അർത്ഥാക്കുന്നത്. 2 + 1 3 ഓഡ്. ഇനി നമ്മൾ ചെയ്യുന്നത് M22യുടെ വിലയാണ്. M22 എന്ന് പറഞ്ഞതാണ് ഇതാണ് എലമെൻറ്റ്. അതിൻ്റെ റോയും കോളും അങ്ങ് ഒഴിവാക്കുക. പിന്നെ കിട്ടിയതാണ് മക്കളെ 1 എന്നുള്ളതാണ്. ആ 1 ഞാനിവിടെ എടുത്ത് എഴുതുന്നു. അപ്പോൾ M21 എന്ന് പറഞ്ഞാൽ 1 ആണ് ഇവിടെ. ഇനി അതിൻ്റെ കോഫാക്ടറാണ് നമുക്ക് എഴുതാനുള്ളത്. A22 ആണ്. A22 എന്ന് പറഞ്ഞാൽ 2 + 2 ഈവൺ ആണ്. ഈവൺ ആകുമ്പോൾ ഇത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. M22 = 1. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 2 + 2 4 ആയതുകൊണ്ട് ഈവൺ. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും കോഫാക്ടേഴ്സും മൈനേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഡിറ്റർമിനൻ്റിലെ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറും മൈനറും. ആദ്യം M11 എന്ന് പറഞ്ഞാൽ 4. അങ്ങനെ ഓരോന്നും ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മനസ്സിലാകാത്തവരൊന്നും കൂടി റീപ്ലൈ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, ഏതൊരു എലമെൻ്റാണ് എടുക്കുന്നത് ഇതിൻ്റെ റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ മൈനർ കിട്ടും. ഇനി അതിൻ്റെ ഏത് പൊസിഷനാണ് നോക്കുക. അത് രണ്ടും കൂടി ഏഡ് ചെയ്ത് ijth പൊസിഷനിൽ I + j കണ്ടുപിടിച്ച് നോക്കുക. അത് ഈവൺ ആണെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി. ഓഡാണെങ്കിൽ മൈനസ് ഇടണം. അത്രയേ ശ്രദ്ധിക്കാനുള്ളൂ കോഫാക്ടറിൻ്റെ കേസിൽ. അപ്പോൾ മൈനർ കോഫാക്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക 2/20 ഇങ്ങനെയാണ്. ഇനി 3/3യുടെ കേസ് നമ്മൾ നോക്കാം. 1 0 4 3 5 -1 0 1 2 എന്നുള്ള എലമെൻ്റാണ്. അപ്പം ഇതിൽ എങ്ങനെയാണ് നമ്മൾ കാണുക? ആദ്യം 1 ആണ്. M11 ആണ് കാണുന്നത്. M11 എന്ന് പറഞ്ഞാൽ മൈനർ ഓഫ് 1 ആണ്. അതിനെന്ത് ചെയ്യണം? റോയും കോളും ഒഴിവാക്കുക.
ബാക്കി കിട്ടുന്ന 5 -1 1 2 ആണ് ഡിറ്റർമിനൻ്റ് രീതി. ഇത് നമ്മൾ സാധാരണ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ തന്നെ 5 × 2 10 -1 × 1 +1 10 1 11 എന്ന് കിട്ടും. അതിൻ്റെ M12 കണ്ടുപിടിക്കുന്നു. ഇതാണ് M12 = 6 എന്ന് നമുക്ക് കിട്ടിയിരുന്നത്. M12 = 6 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് അടുത്ത എലമെൻറ്റിൻ്റെ M13 ദാറ്റ് ഈസ് 4 ആണ്. ഈ 4ൻ്റെ മൈനർ കാണണം. അതിൻ്റെ റോയും കോളും അങ്ങ് ഒഴിവാക്കി ബാക്കി എന്താ വരിക 3 5 0 1. ഡിറ്റർമിനൻ്റ് 3 5 0 1 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് 3 × 1 -0 × 5 3 എന്ന് വരും. ഇനി അടുത്തത് M21 ആണ്. M21 എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ മൈനറാണ്. ഇതിൻ്റെ റോയും ഒഴിവാക്കുക കോളും ഒഴിവാക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 4 1 2 ആയിരുന്നു -4 എന്ന് പറഞ്ഞു. M21 കിട്ടി. M22 ആണ് ഇനിയുള്ളത്. M22 = 2 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ M22 കോഫാക്ടേഴ്സ് കാണാൻ പറഞ്ഞാലും ആദ്യം നിങ്ങൾ മൈനസ് ഇങ്ങനെ കണ്ടുപിടിച്ച് പോയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് കോഫാക്ടർ ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. M22 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് കിട്ടുന്നത്. എങ്ങനെ M22 കിട്ടുന്നത്? M22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് 5 ആണ്. അതിൻ്റെ റോയും കോളും അങ്ങ് ഒഴിവാക്കിയാൽ ഡിറ്റർമിനൻ്റ് 1402 എന്നാണ്. 1402. ഇതിനെ ഡിറ്റർമിനൻ്റ് കാണാൽ 1 × 2 - 0 ദാറ്റ് ഈസ് 2 - 0 = 2 എന്നാണ് വരിക. അടുത്തത് നമുക്ക് കാണാനുള്ളത് -1ൻ്റെ മൈനറാണ്. അപ്പോൾ M23 ആണ്. M23 എന്ന് പറഞ്ഞതാണ് സെക്കൻഡ് റോ തേർഡ് കോളം. അതിൽ വരുന്നത് ഡിറ്റർമിനൻ്റ് 1001 എന്നാണ്. ഡിറ്റർമിനൻ്റ് 1001 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 എന്നാണ്. M23. ദെൻ M31 ആണ്. M31 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ് 31. അതെന്താ വരിക ഡിറ്റർമിനൻ്റ് 0 4 5 -1 0 4 5 -1. ഇതിനെ ഡിറ്റർമിനൻ്റ് കാണാൻ പോയാൽ 0 × -1 -5 × 4 ദാറ്റ് ഈസ് -20 എന്ന് പറയും. -20. അപ്പോൾ M31ൻ്റെ വില -20 എന്ന് വന്നു. ഇതാണ് M31. അടുത്ത എന്താണ് M32 ആണ്. 32 എന്ന് പറഞ്ഞാൽ എന്താ തേർഡ് റോയിൽ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് 1. അതിൻ്റെ മൈനറാണ്. അതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയാൽ ബാക്കി 1 4 3 -1 അവർ. അതാണ് ഇവിടെ ഉള്ളത് 1 4 3 -1. ഈ സീക്രട്ട് അതിൻ്റെ വാല്യൂ ഡിറ്റർമിനൻ്റ് കാണാൻ പോയാലോ 1 × -1 -3 × 4 ദാറ്റ് ഈസ് -1 -1 -12 -1 എന്ന് പറഞ്ഞാൽ എത്ര -13 ആണ്. M32. അടുത്തത് നോക്ക് M33. M33 എന്ന് പറഞ്ഞാൽ എന്താ 1 × 5 -3 × 0 5. അങ്ങനെ M33 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിൽ തേർഡ് കോളത്തിൽ 2 ആണ്. ഈ 2ൻ്റെ മൈനറാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് 1035 1035. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റിലെ മൈനേഴ്സ് കാണുന്ന വിധമാണ്. ആദ്യം നമ്മൾ ചെയ്തത് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റിലെ എലമെൻസിൻ്റെ മൈനേഴ്സ് കാണുന്ന വിധം. അപ്പോൾ ഓരോ എലമെൻറ്റിനാണ് നമ്മൾ മൈനർ ചെയ്തത്. അപ്പോൾ നമ്മൾ 9 എണ്ണത്തിൻ്റെയും മൈനർ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും കോഫാക്ടർ ചെയ്താൽ നോക്കാം. അതിനാളെ എഴുതിയിരിക്കുന്ന മെട്രിക്സ് ഇതായിരുന്നു, ഡിറ്റർമിനൻ്റ് ഇതായിരുന്നു, കണ്ടുപിടിച്ചിരിക്കുന്ന മൈനേഴ്സിൻ്റെ വാല്യൂസ് ഇതൊക്കെയാണ്. M11 M12 M13 M21 M22 M23 M32 M33 ഇങ്ങനെ 9 എണ്ണമുണ്ട്. ഇനി അതിൻ്റെ കോഫാക്ടേഴ്സ് നമുക്ക് ഇവിടേക്ക് എഴുതാൻ നോക്കാം. ഇത് M11 എന്ന് പറഞ്ഞാൽ 1 + 1 2 ആണ്. 2 ആകുമ്പോൾ സെയിം എന്നായിരിക്കും കോഫാക്ടർ ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ A11 എഴുതുമ്പോൾ A11 = M11 തന്നെ വരിക. M11 = 11 ആണ്. ഇനി A12 ആണ് എനിക്ക് എഴുതാനുള്ളത്. A12 എന്ത് വരും നോക്ക്. 1 ഉം 2 ഉം കൂടി കൂട്ടിയാൽ 3 ആണ്. 3 ഓടാണ്. ഓടാകുമ്പം ഷുവർലി മൈനസ് ഇട്ട് കൊടുക്കണം. -M12 എന്നാ വരിക. -M12 എന്നാണ് എന്താ വരിക -6 എന്നാ വരിക. ഇനി നോക്ക് M13 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ A13 നമ്മൾ എഴുതണം. 1 + 3 എന്താ വരിക 4 ആണ് വരിക. 4 എന്ന് പറഞ്ഞാൽ ഈവൺ ആണ്. ഈവൺ ആകുമ്പോൾ 3 എന്നാണ് വരിക. ഇനി M21 എന്നാണ് എഴുതുന്നത്. M21 എന്ന് പറഞ്ഞാൽ A21 ആണ് നമ്മൾ എഴുതേണ്ടത്. A21 ആകുമ്പോൾ 2 + 1 3 ആണ്. 3 ആകുമ്പോൾ ഓടാണ്. ഓടാകുമ്പോൾ -M21 എന്നാണ് വരുന്നത്. +4 എന്നാണ് വരുന്നത്. +4 എന്നാണ് വരുന്നത്. -+4 എന്നാണ് വരുന്നത്. ചിഹ്നം മാറ്റണം. മൈനസിലെ പോസിറ്റീവ് ആക്കണം. ഇവിടെ അതേ ചിഹ്നം തന്നെ മതി. കാരണം 1 ഉം 3 ഉം കൂടിയ 4 ആണ്. 4 ആകുമ്പോൾ M13 തന്നെയാണ്. A21 എന്ന് പറഞ്ഞാൽ ഓടാണ്. ഓടാകുമ്പോൾ -M21 ആണ്. -M21 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിഹ്നം മാറ്റണം. 4 + 4 ആവും. അടുത്തത് നമുക്ക് എഴുതാനുള്ളത് A22 ആണ്. A22 എന്ന് പറഞ്ഞാൽ M22 ആണ്. കാരണം എന്താണ് 2 + 2 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ ഈവൺ ആണ്. ഈവൺ ആകുമ്പോൾ സെയിം എലമെൻറ്റാണ് കിട്ടുക. അപ്പോൾ 2 തന്നെ വരിക. അടുത്തത് നോക്കുക A23 ആണ്. A23 എന്ന് പറയുമ്പോൾ 2 + 3 5 ആണ്. 5 എന്ന് പറയുമ്പോൾ എന്തെടുക്കണം മൈനസ് എടുക്കണം. കാരണം ഓടാണത്. ഓഡ് എന്ന് പറയുമ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ
ഈ -m23 എന്ന് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ 1ൻ്റെ ചിഹ്നം മൈനസ് ആക്കി കൊടുക്കണം, -1 എന്ന് വരിക. അടുത്ത് നമുക്ക് m31 ആണുള്ളത്, അപ്പോൾ a31 ആണ് എഴുതേണ്ടത്. 3 + 1 4 എന്നാണ് വരിക. 4 എന്ന് പറഞ്ഞാൽ ഈവൺ ആണ്. ഈവൺ ആകുമ്പോൾ സെയിം എലമെൻറ്റാണ് വരിക എന്ന് പറഞ്ഞാൽ m31 തന്നെ വരിക. m31 എന്താ ഇവിടെ -20 ആണ്. അടുത്തത് നമുക്ക് a32 ആണ്. a32 എന്ന് പറഞ്ഞാൽ m32ൻ്റെ ആണ്. m32 32 എന്ന് പറഞ്ഞാൽ 5 ആണ്. 3 + 2 5 ആണ്. 5 ആകുമ്പോൾ മൈനസ് ആണ് കൊടുക്കേണ്ടത്, കാരണം എന്താ ഓഡാണ്. ഓഡാകുമ്പോൾ -13 + 13 എന്നാണ് വരിക. ഓക്കെ. അടുത്തത് a33 ആണ് വരുന്നത്. a33 എന്ന് പറഞ്ഞാൽ 3 + 3 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ് ഈവൺ ആണ്. ഈവൺ എന്ന് പറഞ്ഞാൽ m33 ആണ് കൊടുക്കേണ്ടത്, +m33 ആണ്. +m33 +5 എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും കോഫാക്ടേഴ്സ് ഇവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് കോഫാക്ടേഴ്സ് എഴുതുന്നത്. ഇനി എന്തിനാണ് ഈ മൈനറും കോഫാക്ടറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ എലമെൻറ്റും ഡിറ്റർമിനൻ്റിനുള്ള? അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതുകൊണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ട്. 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സ്ഥലത്തും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇത് നമുക്ക് ആവശ്യം വരും. ഏതായാലും ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഈ കോഫാക്ടേഴ്സിൻ്റെ കൊണ്ടുള്ള ഒരു കാര്യം. മൈനർ എന്തിനാണെന്ന് വെച്ചാൽ കോഫാക്ടർ കണ്ടുപിടിക്കാം. അതിനൊരു ചോദ്യമായിട്ട് നാം ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. ഇത് നാം തൊട്ട് മുന്നേ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റാണ്. കൺസിഡർ ദ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞിട്ട് 104 35 - 1 0 1 2 തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവാലുവേറ്റ് ദ ഡിറ്റർമിനൻ്റ് ആണ്. കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കുക. നാം ചെയ്തു വരുന്നത് എന്താണെന്ന് നോക്കുക. ഇത് ഡിറ്റർമിനൻ്റ് ഞാൻ മാറ്റിയിട്ടില്ല, നേരത്തെ ഡിറ്റർമിനൻ്റ് തന്നെയാണ്, സൗകര്യത്തിന് വേണ്ടിയാണ് അതിനെ എടുത്തത്. അവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന കോഫാക്ടേഴ്സ് ഉണ്ട്. കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൈൻഡ് മൈനറിനെയാണ് കോഫാക്ടർ വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇവാലുവേറ്റ് ദ ഡിറ്റർമിനൻ്റ് ആണ്. അത് നമുക്കറിയാം എങ്ങനെ കാണുക. നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. റോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, അപ്പോൾ കിട്ടുന്നതായിരിക്കും ഡിറ്റർമിനൻ്റ് എന്നുള്ളത്. ഇനി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ ചോദ്യം. അതിലൊരു പ്രത്യേക രീതിയിലാണ് തന്നിരിക്കുന്നത്. 1 എടുത്തിട്ടുണ്ട്, a11 എഴുതിയിട്ടുണ്ട്. അതെന്താണ് 1ൻ്റെ കോഫാക്ടറാണ്. +0 എന്ന് പറഞ്ഞാൽ അടുത്ത എലമെൻറ്റ് ഫസ്റ്റ് റോയിലുള്ള ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ a12. 4 × 4 എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടർ a13. 4ൻ്റെ കോഫാക്ടറാണ് a13 എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ്സ് എടുക്കുക, കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി സെക്കൻഡ് നോക്ക്. സെക്കൻഡിലാണ് എന്നാ ചെയ്തിരിക്കുന്നത് 3 a21 എന്ന് പറഞ്ഞാൽ എന്താ 3യുടെ കോഫാക്ടറാണത്. 5 × a22. a22 എന്ന് പറഞ്ഞാൽ 5ൻ്റെ പൊസിഷനാണ്, അപ്പോൾ അതിൻ്റെ കോഫാക്ടറാണ്. ഇവിടെയുള്ള -1 × a23 ആണ്. അതുപോലെ 0 × a31 ആണ്. 1 × a32 ആണ്. 2 × a33 ആണ്. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, ഈ 104 എന്ന് എടുത്തിരിക്കുന്നത് ഏതാണ്? 104 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ്സ് ആണ്, ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ്സ്. എന്നിട്ട് a21 എഴുതിയിരിക്കുന്നത്. a21ൻ്റെ പ്രത്യേകത എന്താ? 3യുടെ കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1 × a21. 0 × a22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇതേ പൊസിഷൻ തന്നെ, പക്ഷേ സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റിൻ്റെ കോഫാക്ടർ എടുത്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4 × a23 എന്നാണ്. a23 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ -1ൻ്റെ കോഫാക്ടറാണ്. ഇനി 3 അപ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ നമുക്കൊന്ന് നോക്കി നോക്കണം. അതുപോലെ 3 5 -1 എടുക്കുന്നതിന് 3 × a31 എടുക്കുക. 31 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഫാക്ടറാണ്. +5 × a32 എന്നാണ്. 32 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഫാക്ടറാണ്, 1ൻ്റെ കോഫാക്ടറാണ്. 5 ഇതുമാണ്. അപ്പോൾ റോ ഇതാണെങ്കിലും കോഫാക്ടർ എടുക്കുന്നത് മറ്റൊരു റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടറാണെന്ന് അർത്ഥം. -1 × a33. ഇങ്ങനെയൊക്കെ നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടുകളൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതായിരുന്നു നമ്മളെ ഡിറ്റർമിനൻ്റ്. ആ ഡിറ്റർമിനൻ്റ് കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. 1 × ഫസ്റ്റ് റോയിലുള്ള എലമെൻ്റാണ് 104. അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനൻ്റിൻ്റെയും മെട്രിക്സിൻ്റെയും ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് നന്നായി ചെയ്തു നോക്കണം. എളുപ്പമാണ് പഠിക്കാനെങ്കിലും മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. സംഖ്യകളാണ്, ഓപ്പറേഷൻസാണ്, എളുപ്പം തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നത് ഉള്ളൂ. അപ്പോൾ അവിടെ നോക്കുക 1 × 5 × 2 -1 × 1 എന്ന് വരിക. -0 × ദിസ് വരും. +4 × ഏതാണ് ഇതിൻ്റെ റോയും കോളും ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് 3 5 0 1. ഇത് നോക്കുക, അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 1 × 10 - +1 -0 × എനിത്തിങ് = 0 +4 × ഡിറ്റർമിനൻ്റ് 3 5 0 1 എന്നാണ്. 3 5 0 1 എന്ന് പറഞ്ഞാൽ 4 × 3 - 0 ദാറ്റ് ഈസ് 11 + 12 = 23 എന്ന് പറഞ്ഞു.
അപ്പോൾ ആൻസർ 23 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ വാല്യൂ നമ്മളൊന്ന് ഓർത്ത് വെക്കണം, ഇനി വരുന്ന റിസൾട്ടുമായിട്ട് അതിന് താരതമ്യം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ ആ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് നാം നേരത്തെ എഴുതിച്ചിരിക്കുന്ന അഡ്ജോയിൻ്റ് വാല്യൂസാണ്. നേരത്തെ ഡിറ്റർമിൻറ്റും സെയിം ആണ്, അതുകൊണ്ട് അഡ്ജോയിൻ്റ് ഇവിടെ നാം വീണ്ടും എടുത്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ എക്സ്പ്രഷൻ നോക്കുക. 1 × a11 + 0 × a12 + 4 × 1 3. 1 × 1 1 × 11 + 0 × -6 4 × 2 23. ഇനി നോക്കുക സെക്കൻഡ് എലമെൻറ്റ് ബി, ഇതായിരുന്നു എക്സ്പ്രഷൻ 3a21 5 × a22 -1 × a23 എന്നാണ്. ഓരോന്നും ഇവിടേക്ക് എടുത്ത് എഴുതണം. 4 2 -1 ആണ് വാല്യൂസ്, അതിവിടെ കൊടുത്തു നോക്കുക. 3 × 4 3 × 4 3 × 4 21 3 × 4 + 5 × 2 5 × 2 + -1 × -1 × -1. സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 12 + 10 + 1 23 എന്ന് കിട്ടും. നോക്കുക, ഇത് രണ്ടിലും 23 നമുക്ക് കിട്ടിയത്. നേരത്തെ ഡിറ്റർമിൻ്റെ വാല്യൂ 23 തന്നെയാണ്. അപ്പോൾ അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0 1 2 ആണ്. 0 × a31 എന്ന് പറഞ്ഞാൽ -20 ആണ്. മറ്റ് 13 5 ആണ്. നോക്കുക അതല്ലേ എന്നുള്ളത്. -20 13 + 5 സിംപ്ലിഫൈ ചെയ്താൽ 13 + 10 23. അപ്പോൾ 3 വാല്യൂ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു റോയിലുള്ളയും എലമെൻസും അതിൻ്റെ കോഫാക്ടേഴ്സും കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഡിറ്റർമിൻ്റെ വാല്യൂക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മൾ തെറ്റിയിട്ട് ഒരു റോ എടുക്കുക, കറസ്പോണ്ടിങ് വേറൊരു എലമെൻസ് റോയിലെ കോഫാക്ടർ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. a21 എന്ന് എടുത്തു, a22 എടുത്തു, a23 എടുത്തു. a21 എന്ന് പറഞ്ഞാൽ 2 ആണ് ഇവിടെ. ഇത് ഇവിടെ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും നോക്കാം നമുക്ക്. അപ്പോൾ a21 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 × 4 + 0 × 2 a22 2 ആണ്. 4 × 2 3 എത്ര? -1 ആണ്. 4 × -4 അപ്പോൾ +4 -4 എന്ന് വരും, 0 എന്ന് വരും. ഇത് ഓൾറെഡി 0 ആയിരിക്കും. അപ്പോൾ 0 എന്ന് വന്നു. ഇത് തന്നെ ആയിരിക്കുമോ നമുക്ക് അടുത്ത സ്റ്റെപ്പിനും കിട്ടുന്നത് നോക്കാം. 3 5 -1. ഇവിടെയും നമ്മൾ അതന്നെ ചെയ്തത്. സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ്സ് എടുത്ത് തേർഡ് റോയിലുള്ള എലമെൻറ്റ്സിൻ്റെ കോഫാക്ടേഴ്സ് എടുത്ത്. a31 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലുള്ള എലമെൻറ്റ്സിൻ്റെ കോഫാക്ടറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 3 × 31 എന്ന് പറഞ്ഞാൽ -20 ആണ്. a32 എന്ന് പറഞ്ഞാൽ 13 ആണ്. a33 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ കൊടുത്തു നോക്കാം നമുക്ക്. ഇതാണ് വരിക 3 × -20 + 5 × 30 + -5. ഇവിടെ നോക്ക് -60 -5 -65 5 × 13 + 65 ആണ്. രണ്ടും കൂടി ഇടുക 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു റോ അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പോലെ എന്താണ് ഡിറ്റർമിൻ്റെ വാല്യൂന് ഈക്വലാണ്. അത് തിരിച്ചിട്ടാണെങ്കിൽ ഒരു റോയും ആ വേറൊരു റോയുടെ കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും വാല്യൂ 0 ആയിരിക്കും. ഈ റോയ്ക്ക് പറഞ്ഞിരിക്കുന്ന സാധനമൊക്കെ കോളത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് റോ വെച്ചിട്ടും ഏത് കോളം വെച്ചിട്ടും നമുക്ക് ഈ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കാം എന്ന് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന സംഭവം. നമ്മൾ സാധാരണ ഡിറ്റർമിൻ്റ് കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. a11 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് വൺ, അതിൻ്റെ പേരാണ് m11. പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് റോയിലാണെങ്കിൽ മൈനസ് ഇടും, -a12 എന്നിടും, ഇൻറ്റു ഈ റോയും കോളും ഒഴിവാക്കും, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കും, അത് തന്നെയാണ് m12 പ്ലസ് a13 എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതിൻ്റെ റോയും കോളും ഒഴിവാക്കുന്നു, കിട്ടുന്നത് എന്തായിരിക്കും? ഇതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് a21 a22 a31 a32 ആണ്. ആ സംഭവം m13 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് ഡിറ്റർമിനൻ്റ്. അതിനെ നമുക്ക് കോഫാക്ടറിലേക്ക് മാറ്റി ചിന്തിക്കാം. a11 തന്നെ. m11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ a11 തന്നെ ആയിരിക്കും. കാരണം 1 + 1 2 ആണ്. 2 ആകുമ്പോൾ ഈവൺ ആകുമ്പോൾ സെയിം തന്നെ കിട്ടുക. ഇനി a12 ഇവിടെ എടുത്ത് എഴുതി, ഇവിടെ ഞാൻ തൽക്കാലം പ്ലസ് ഇട്ട് വെച്ച് ഈ m12ൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ -a12 എന്നാണ് കിട്ടുക. കാരണം എന്താണ്? ഈ 1 അല്ലെങ്കിൽ a12യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -m12 എന്നാണ് കിട്ടുക. a12നെ -m12 എന്ന് വിളിക്കാം. കാരണം 1ഉം 2ഉം കൂടി കൂട്ടിയാൽ 3 ആണ്. 3യുടെ എലമെൻ്റ് 3 പൊസിഷനിൽ വരുന്നതിൻ്റെ കോഫാക്ടർ എഴുതാൻ പോയാൽ മൈനസ് ഇടണം. അപ്പോൾ ഈ മൈനസും m12 കൂട്ടി വായിച്ചാൽ നമുക്ക് കിട്ടുക a12 എന്നാണ്. അപ്പോൾ ഇവിടെ മൈനസിന് പകരം പ്ലസ് ഇട്ടത് ഈ മൈനസും ഇതും കൂടി കൂട്ടി എഴുതിയാൽ a12 എന്നാണ് കിട്ടുക. ഇനി a13, ഈ 13 എന്ന് പറയുമ്പം 1 + 3 4 ആണ്. ഈവൻ ആയതുകൊണ്ട് ഇത് നമുക്ക് തന്നെ എടുത്ത് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ സംഭവം
ഇത് തന്നെയാണ്, ഈ എക്സ്പ്രഷൻ തന്നെയാണ്. ഈ എക്സ്പ്രഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റിനെ ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. തൊട്ട് മുന്നേ നമ്മൾ ഈ രീതിയിലുള്ളൊരു പ്രോബ്ലം ഡിറൈവ് ചെയ്ത് നോക്കി, നമുക്ക് കിട്ടുന്ന ആൻസറും സെയിം തന്നെയാണ്. അപ്പോൾ തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത 2-1 പൊസിഷനിൽ വെച്ചിട്ട് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയാം. അവിടെ പിന്നെ നോക്കേണ്ടതില്ല. ഇൻറ്റു A21 പ്ലസ് A22 പ്ലസ് A22 A23 പ്ലസ് A23. ശരിക്കും നമ്മൾ സെക്കൻഡ് തുടങ്ങുമ്പോൾ മൈനസ് വെച്ചിട്ടാണ് തുടങ്ങുക. ശരിക്കും ഇവിടെ മൈനസ് ഉണ്ട്. A21 മൈനർ എഴുതാൻ പോയാൽ എന്താ നമുക്ക് കിട്ടുക? മൈനസ് ഇൻറ്റു M21 എന്നാണ് വരിക. അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ മൈനസ് ഇടാതെ പകരം കോഫാക്ടർ ഇവിടെ എഴുതിയേക്കാണ്. ആ A21 പ്ലസ് A22 A23 കോഫാക്ടർ എഴുതിയെടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് തേർഡ് റോ വെച്ചിട്ട് ഇത് തന്നെയാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോളം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇതിലിപ്പം എഴുതിയിരിക്കുന്നത് സെക്കൻഡ് കോളം വെച്ചിട്ടാണ്. A12 പ്ലസ് A22 A22 A32. അപ്പോൾ ഏത് റോ വെച്ചാലും ഏത് കോളം വെച്ചാലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. എല്ലാ വാല്യൂം സെയിം ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, അതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ പ്രധാനപ്പെട്ട റിസൾട്ടാണിത്. ദ ഡിറ്റർമിനന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ആൻഡ് ആഡിങ് ദ എലമെൻറ്റ്സ് ഇൻ എ റോ ഓർ കോളം ആൻഡ് ദെയർ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എലമെൻറ്റ്സ് ഇങ്ങനെ എഴുതുക. A11 A12 A13 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കോഫാക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണമെന്ന് മാത്രം. ഇനി അതിൽ രണ്ടാമത്തെ മൈനർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? AIJയുടെ മൈനർ കണ്ടുപിടിക്കാൻ ith റോയും jth കോളും അങ്ങ് ഒഴിവാക്കുക. AIJ ഉള്ള എന്നിട്ട് എന്ത് ചെയ്യുക? മൈനർ ഓഫ് AIJ എന്തായിരിക്കും? MIJ എന്നായിരിക്കും. ഇനി അതിൻ്റെ കോഫാക്ടറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ I+J കൂട്ടി നോക്കുക. ഈവൺ ആണ് കിട്ടുന്നതെങ്കിൽ AIJയും MIJയും ഈക്വൽ ആയിരിക്കും. I+J ഓടാണെങ്കിൽ AIJ മൈനസ് MIJ എന്ന് എടുക്കണമെന്ന് മാത്രം. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം 3 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഡിറ്റർമിനന്റ് കാണാനുള്ള ഫോർമുല, പിന്നെ 2 എങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുന്നത്, മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ് കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് വെച്ചുള്ള ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ 2 തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് 2/2 ഡിറ്റർമിനന്റ് ആയിട്ട് വരുന്നു, 3/3 ഡിറ്റർമിനന്റ് ആയിട്ട് വരുന്നു. റൈറ്റ് ദ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ദി ഫോളോയിങ് ഡിറ്റർമിനന്റ്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ്സിൽ ചെയ്തതുപോലുള്ള പ്രോബ്ലമാണ്. അതൊന്ന് നോക്കിക്കൊണ്ട് ഇതൊന്ന് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇത് ചെയ്തിരിക്കണം, എങ്കിലേ അടുത്ത പ്രോബ്ലം വിളിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് നിങ്ങൾ നോട്ട്ബുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇമേജ്, ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇത് വായിച്ച ഉടനെ തന്നെ ഒരു പ്രാവശ്യം കൂടി വീണ്ടും വായിച്ച് നോക്കുക. എന്നിട്ട് നോട്ട്സ് ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റുള്ള പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലം ചെയ്യണം, നിർബന്ധമാണ്. ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത സെഷൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ശരിക്കും ഓർത്ത് വെക്കുക, എങ്ങനെയായിരുന്നു മൈനർ കണ്ടുപിടിച്ചത്, എങ്ങനെയായിരുന്നു കോഫാക്ടർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആകെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ് കാണാം. ശരിക്കും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, എങ്കിലേ ഇത് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നോക്കുക, പഠിക്കുക. താങ്ക്സ്, വെൽക്കം.